അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രേഷ്ഠമായ വ്യക്തിത്വത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അവിടുത്തെ ഖാത്തിമുൻ നബിയീൻ എന്ന അർത്ഥത്തിൽ സെലക്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വപ്രവാചകന്മാരുടെയും സമാപ്തി കുറിച്ചുകൊണ്ട് കൊണ്ടുവന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ഖുർആൻ അത് സൂചിപ്പിക്കുന്നുണ്ട്. മാകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വ ഖാത്തമൻ നബിയ്യീൻ. പ്രവാചകരൊരു സാധാരണ മനുഷ്യനല്ല എന്നതിലേക്ക് മാത്രമല്ല, അവസാന പ്രവാചകനാണ് എന്നുകൂടെ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അവസാന പ്രവാചകനാകുക എന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. പൂർവ്വകാലങ്ങളിൽ ഒട്ടനവധി പ്രവാചകന്മാർ കടന്നു വന്നു എന്ന് പറഞ്ഞാൽ അത്രയും കാലങ്ങളിലേക്ക് ജനങ്ങളെ സമുദ്ധരിക്കാൻ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ആവശ്യം വന്നു എന്നുകൂടെയാണ് നമ്മളതിൽ നിന്ന് വായിക്കേണ്ടത്. എന്നാൽ ഇനിയൊരു പ്രവാചകൻ വരേണ്ടാത്ത വിധം എല്ലാ അർത്ഥത്തിലും പൂർണ്ണതയിലും ഒരു ദീർഘമായ കാലത്തേക്കുള്ള ഒരു സൊസൈറ്റിയെ, കാലം എത്ര മാറിയാലും ജനറേഷൻ എത്ര വ്യത്യാസം വന്നാലും ആ സമൂഹത്തെ മുഴുവനും സമുദ്ധരിക്കാൻ മാത്രമുള്ള ശക്തിയോടെ, പ്രത്യേകതയോടെ അവസാന പ്രവാചകനാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയുന്നു. ആ അർത്ഥത്തിൽ അള്ളാഹു അവിടുത്തെ പരിഗണിച്ചിരിക്കുന്നു, സ്ഥാനം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. പ്രവാചകർ ഈ കാര്യത്തെ വളരെ കൃത്യമായി, വളരെ ഭംഗിയായി നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് ഒരു ഉദാഹരണത്തിലൂടെ. അവിടുന്ന് പറയുന്നത് മസലി വ മസലുൽ അംബിയായി മിൻ ഖബലി, ഞാനും എൻ്റെ പൂർവ്വകാലത്തെ പ്രവാചകന്മാരും അവരും തമ്മിലുള്ള ആ ഒരർത്ഥത്തിൽ അവരെ എങ്ങനെയാണ് നമുക്ക് ഞാനും അവരും തമ്മിലുള്ളൊരു കണക്ഷൻ എന്നത് മനസ്സിലാക്കി തരുവാണ്. ക മസലി റജുലിൻ ബന ബുന്യാനൻ ഫഹ്സനഹു വ അജ്മല. വളരെ ഭംഗിയായൊരു കെട്ടിടം നല്ല സുന്ദരമായി എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ പാകപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പാകപ്പെടുത്തിയ കെട്ടിടത്തെ ചുറ്റുവട്ടത്തു നിന്ന് ഇങ്ങനെ ആളുകൾ നോക്കുമ്പോൾ ഒരു വിടവ് കാണുന്നു. പ്രധാനപ്പെട്ട സ്ഥലത്താണ് ആ വിടവ്. ചെറിയൊരു ഓട്ട, അതൊരു ചെറിയൊരു കട്ടയുടെ ഒരു ഇഷ്ടികയുടെ അത്രയും വലുപ്പത്തിലുള്ള ഒരു ഭാഗം ഒടിഞ്ഞു കിടക്കുകയാണ്. ഈ ഒടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ ആ കെട്ടിടത്തിൻ്റെ എല്ലാ സൗന്ദര്യവും ഇവിടേക്ക് എത്തിച്ചേരുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോയ രൂപത്തിൽ കാണുകയാണ്. എങ്കിൽ ഈ നിലക്കുള്ള ഒരു കെട്ടിടത്തെ എങ്ങനെയാണ് പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്നത്? അത്ഭുതപ്പെട്ടു. ഇത്രയും സുന്ദരമായൊരു കെട്ടിടം എന്തുകൊണ്ട് ഇങ്ങനെ ബാക്കി നിൽക്കുന്നു എന്ന് അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ, ജനങ്ങൾ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ, വയഖൂലൂന, ആ കണ്ട കാഴ്ചയിൽ അവർ ചോദിക്കുന്നുണ്ട്, ഹല്ലാ വുദിഅത് ഹാദിഹിൽ ലബിന, ഇവിടെ ഒരു കട്ട കൂടെ വെച്ചുകൂടായിരുന്നു? അപ്പോഴാണ് ഫഅനൽ ലബിന, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഞാനാണ് ആ ഒരു ഇഷ്ടിക, ആ ഒരു കഷ്ണം കട്ട ഞാനാണ്. വാന ഖാത്തിമുൻ നബിയ്യീൻ, എന്നിലൂടെ അത് പൂർത്തിയാകുകയാണ്. ആ ഒരു കെട്ടിടത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണത ലഭ്യമാകണമെങ്കിൽ ഞാൻ വേണം. ഈ പൂർണ്ണതയ്ക്ക് വേണ്ടി കൂടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് വരുമ്പോൾ അതേറെ സന്തോഷമുള്ളതാണ് എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് പ്രവാചകരുടെ പ്രത്യേകതകൾ. അള്ളാഹു അവിടുത്തെ കൂടുതൽ അറിയാൻ സൗഭാഗ്യം നൽകട്ടെ. ആമീൻ.